മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് വേറിട്ട ആലാപന സൗകുമാര്യവുമായി മലബാറിൽ നിന്നും രതീഷ് കുമാർ എന്ന യുവഗായകൻ ചുവടുറപ്പിക്കുന്നു. ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിനു വേണ്ടി രതീഷ് ആലപിച്ച പാഴ്മുളം തണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഇമ്പമാർന്ന ആദ്യ ഗാനം ഇതിനകം തന്നെ ആസ്വാദക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പാഴ്മുളം തണ്ടിൽ ഒരു പാതിരാ പാട്ടിൽ ഈ നൊമ്പരക്കുളിർ ചെണ്ടുമല്ലിക ചാഞ്ഞുറങ്ങും പോലെ മഴയുടെ മൈനേ മിഴി നനയല്ലേ മനസ്സുകൾ ദൂരെ ദൂരെയോ. മലയാള ഗാനാസ്വാദകർക്ക് ഇനി രതീഷ് കുമാറിന്റെ ശബ്ദവും പ്രിയപ്പെട്ടതാകും. ഒട്ടേറെ ആൽബങ്ങളിലും സ്റ്റേജ് ഷോകളിലും സാന്നിധ്യമറിയിച്ച രതീഷ് കുമാർ എന്ന യുവഗായകൻ മലയാള സിനിമയിലെ പിന്നണിയിലെത്തിയിരിക്കുകയാണ്. നവാഗത സംവിധായകൻ സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് രതീഷ് കുമാർ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം പകർന്നത്. ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗത്തിൽ നായകന്റെയും നായികയുടെയും ജീവിതങ്ങളുടെ കഥ പറച്ചിൽ കൂടിയാണ് ഈ ഗാനത്തിലെ വരികൾ. അതുകൊണ്ട് തന്നെ സിനിമയിലെ രംഗങ്ങൾ പോലെ ഈ ഗാനവും ശ്രദ്ധ നേടും. ചിറകു ചേർക്കുമോ ഒരു തലോടലായി മൗനയാത്രയിൽ. ഈ പാട്ടിൻ്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ്, സംഗീത സംവിധാനം എം ജയചന്ദ്രൻ. ശരിക്ക് ഈ ഒരു ടീമിൻ്റെ കൂടെ ഉള്ള ഒരു ആദ്യ പാട്ട് കിട്ടുക എന്നുള്ളത് ശരിക്കൊരു ഭാഗ്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു സോളോ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എൻ്റെ കൂടെ മത്സരിച്ച മറ്റ് പാർട്ടിസിപ്പൻസിനും എൻ്റെ 2-3 ആൾക്കാർ പാടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡുവറ്റായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സാറാണ് പറയുന്നത്, രതീഷ് മറ്റന്നാൾ മദ്രാസിലെത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ട്രാക്ക് നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരപ്പോൾ തന്നെ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചിരുന്ന രതീഷിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് റിയാലിറ്റി ഷോകളിലെ മികച്ച പ്രകടനമായിരുന്നു. അമൃത ചാനൽ സംഘടിപ്പിച്ച സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ, സൂര്യ ടിവിയിലെ രാഗലയം, സ്വരമഞ്ജരി, കൈരളിയിലെ ഗന്ധർവ സംഗീതം എന്നിവയിലെല്ലാം രതീഷ് പാടിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ദ്രലയം പരിപാടിയുടെ അവതാരകൻ കൂടിയാണ് രതീഷ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമധാരിയായ രതീഷ് കുമാർ സാധാരണ കുടുംബത്തിലെ അംഗമാണ്. പാപ്പിനിശ്ശേരി വലിയപട്ടം ടൈൽസ് കമ്പനിയിലെ തൊഴിലാളിയായ ചന്ദ്രന്റെയും വസന്തകുമാരിയുടെയും മകനാണ് രതീഷ്. ഏക സഹോദരി രജിന. ഈ ഗാനം പുറത്തിറങ്ങിയതോടെ ഗാനാസ്വാദകരും ഇത് ഏറ്റുപാടി തുടങ്ങി. വളർച്ചയുടെ പടവുകളിൽ രതീഷ് കുമാർ എന്ന ഈ യുവഗായകന്റെ ശബ്ദമാധുര്യം മലയാളികൾക്ക് ഇനി പ്രിയപ്പെട്ടതാകും.